Good morning. Good morning. Good morning, ma'am. Morning. Good morning, ma'am. Good morning, ma'am. Shia Samkedi. Shia Samkedi. എന്താ അവളുടെ പേര് കറക്റ്റ്? Nijia. Vijaya. What is meant by e-prescribing? എന്ത് മാം? E-prescribing. ഒരു മിനിറ്റ്. ചാപ്റ്റർ എന്താ ചാപ്റ്റർ? മാം ഈ പ്രിസ്ക്രൈബിംഗ് ആണോ? അതെ അതെ. ഈ പ്രിസ്ക്രൈബിംഗ് എന്താ? പറയാം. അതായത് ഹോസ്പിറ്റലിന്റെ കംപ്ലീറ്റ് പ്രിസ്ക്രിപ്ഷൻസ് ഉണ്ടല്ലോ, അത് ഒരു ഹോസ്പിറ്റലിന്റെ കംപ്ലീറ്റ് പ്രിസ്ക്രിപ്ഷൻ പ്രോസസ് ആണ് ഈ പ്രിസ്ക്രൈബിംഗ് എന്ന് പറയുന്നത്. ഓൺലൈനായിട്ട് ഈ നമ്മൾ ഡോക്ടേഴ്സിന്റെ റൂമിലെ സ്റ്റാഫൊക്കെ ഓൺലൈനായിട്ട് ഈ പ്രിസ്ക്രിപ്ഷന് കോപ്പി ഫാർമസിയിലേക്ക് കോപ്പി അയക്കും. ഇപ്പൊ ഒരു ഡോക്ടറിന്റെ കൂടെ ഒരു നഴ്സ് ഉണ്ടാവും ആ ക്യാബിനില്. ആ ക്യാബിനിന്ന് നമുക്ക് തരുന്ന ഈ പ്രിസ്ക്രിപ്ഷന്റെ ഒരു കോപ്പി ഈ നഴ്സ് ഫാർമസിയിലേക്ക് നേരിട്ടിട്ട് ഓൺലൈനായിട്ട് അയക്കുന്നതിനാണ് ഈ പ്രിസ്ക്രൈബിംഗ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് മൈക്ക് ഓൺ ഓഫ് ആക്കുവാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സില് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആയിരുന്നു, കാരണം സാറ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോ മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ, അത് പറഞ്ഞില്ലല്ലോ. ഈ പ്രിസ്ക്രൈബിംഗ് വരെയല്ലേ എടുത്തത്, അല്ല? റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിങ്. ഓക്കെ, ശരിയല്ലേ? അപ്പൊ നമുക്കൊന്ന് നോക്കാം എന്താണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിങ് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക, ഞാൻ ക്ലാസ് കഴിഞ്ഞ് ചോദിക്കും കേട്ടോ എന്താണ് മനസ്സിലായതെന്ന് കേട്ടോ. ഓക്കെ. This is another aspiring feature of health information system which enable access to patients' details easily, help care providers deliver good health care to the patients, and mitigate severe condition expenses. Remote patient monitoring (RPM) is really useful for patients who are experiencing chronic health issues. Doctors use the information gathered through RPM for monitoring patients' health status. Also, with these details, they can predict or end situations that would or else require serious medical intervention other than chronic health care. RPM is useful for other cases too, such as care for senior citizens, care after discharging a patient, treatment for behavioral health and substance abuse, etc. അതായത് ഇൻഫോർമേഷൻ സിസ്റ്റത്തിന്റെ മറ്റൊരു ഫീച്ചർ ആണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്. ഇതിലൂടെ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് ഈസിയായി ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഹെൽത്ത് കെയർ പ്രൊവൈഡർമാർക്ക് നല്ല ഹെൽത്ത് കെയർ പേഷ്യൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സിസ്റ്റത്തിലൂടെ സാധിക്കുന്നതാണ്. ഇതുമൂലം ചെലവുകൾ കുറയ്ക്കാൻ പറ്റും, പേഷ്യൻസിന്റെ ചെലവുകൾ കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വിട്ടുമാറാത്ത രോഗങ്ങൾ അനുഭവിക്കുന്ന അവർക്ക് RPM എന്ന് പറയുന്നത്, അതായത് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് ഹെൽപ്ഫുൾ ആണ്, കൂടുതലും ഉപകാരപ്രദമാണ്. ദെൻ പേഷ്യന്റിന്റെ ഹെൽത്ത് സ്റ്റാറ്റസ് ഇൻഫോർമേഷൻസ് ഡോക്ടേഴ്സിന് മോണിറ്റർ ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കും. പിന്നെ ചില കേസസ് ഉണ്ട്, അതായത് ഈ RPM എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് ക്രിട്ടിക്കൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക്, സീനിയർ സിറ്റിസൺസിന്, ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം വീട്ടില് എന്താ പറയാ പ്രത്യേകമായിട്ട് കെയർ ചെയ്യുന്നവര്,
പിന്നെ അതുപോലെ തന്നെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത, അതായത് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉള്ളവര്, പിന്നെ മയക്കുമരുന്ന്, അതിനെയാണ് ഇവിടെ പറയുന്നത് സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് കേട്ടോ. മയക്കുമരുന്ന് ദുരുപയോഗം, അതായത് മയക്കുമരുന്ന് ഉപയോഗിക്കുക, അങ്ങനെയുള്ള ആളുകൾക്കാണ് RPM എന്ന് പറയുന്ന ആ ഒരു ഇത് കൂടുതലായിട്ട് ഹെൽപ്ഫുൾ ആകുന്നത്. ഓക്കെ, അപ്പോ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഒരു ഫീച്ചർ ആണ് പ്രധാനപ്പെട്ട. പേഷ്യന്റ് ഡീറ്റെയിൽസിലേക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. കെയർ പ്രൊവൈഡർമാർക്ക്, അതായത് ഡോക്ടേഴ്സിന് ഏറ്റവും നല്ല കെയർ ഇതിലൂടെ കൊടുക്കാൻ സാധിക്കുന്നു. പേഷ്യന്റിന്റെ ഹെൽത്ത് സ്റ്റാറ്റസ് ഇതിലൂടെ ചെക്ക് ചെയ്യുന്നുണ്ട് ഡോക്ടർമാര്. ഇതിനകത്ത് ഉൾപ്പെടുന്ന ചില ആളുകൾ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പേഷ്യൻസ് ഉണ്ടാവാം, അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺസ്, മുതിർന്ന പൗരന്മാര്, ഇവർക്കൊക്കെ ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. പിന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവര്, സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉള്ളവര്, ഇതൊക്കെ ഇതിന്റെ ആനുകൂല്യം കൽപ്പിക്കുന്നവരാണ്. അതാണ് നമ്മുടെ ഈ ഒരു PDF പറഞ്ഞേക്കുന്നത്. ഇനി കുറച്ചും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ, പേഷ്യൻസിനെ നമുക്ക് മീൻസ് പേഷ്യന്റിനെ ഹോസ്പിറ്റൽ ആയിരിക്കണം എന്നില്ല. ഈ ഒരു റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. പേഷ്യന്റ് വീട്ടിലായിരിക്കണം എന്നില്ല, അല്ല ഹോസ്പിറ്റൽ ആയിരിക്കണം എന്നില്ല. പേഷ്യന്റ് ഒന്നുകിൽ വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ പേഷ്യന്റിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസിലായിരിക്കാം. സോ അകലെ ഇരുന്നു കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? ഒന്നുകിൽ ഇത് പല ഡിവൈസസ് ഉണ്ട്, ഇത് പേഷ്യൻസിന് ആക്സസിബിൾ ആയിരിക്കുള്ളൂ. ഈ റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത് പല ഡിവൈസസ് ഉണ്ട്. രണ്ട് തരത്തിലാണ് പറയുന്നതിലേക്ക് ഞാൻ വരാം എങ്ങനെയാണെന്ന്. ഒന്ന്, ടെലി ഹെൽത്ത് ഉപയോഗിക്കാം നമുക്ക്. റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത് ടെലി ഹെൽത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ധാരാളം കാര്യങ്ങൾ നമുക്ക് ഫെസിലിറ്റീസ് കിട്ടും. ഇപ്പൊ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ രോഗിക്ക് വരികയാണെങ്കിൽ ഡോക്ടേഴ്സിനോട് ത്രൂ ടെലിഫോൺ കോൺടാക്റ്റിലൂടെ എന്ത് ചെയ്യാം? നമുക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും. ഇത് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗിന്റെ ഒരു ഫെസിലിറ്റിയാണ്. ദെൻ ഡയറക്റ്റ് പേഷ്യന്റ് എന്ത് ചെയ്യേണ്ട? ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു കോൾ അകലത്തിൽ തന്നെ പേഷ്യന്റിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഡോക്ടർക്ക് മനസ്സിലാകുന്നതാണ്. അതുപോലെ തന്നെ ക്രോണിക് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ്, ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയാം, ഹാർട്ട് പ്രോബ്ലം ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് അയാളുടെ BP ചെക്ക് ചെയ്ത് നോക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരും, ഹാർട്ട് ബീറ്റ് നോക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരും. അപ്പൊ അത് നോക്കുമ്പോൾ അത് നോക്കിക്കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാണ്? അത് മെഷർ ചെയ്യാനും ഡോക്ടറുമായിട്ട് അത് ആ മെസ്സേജ് ഇത്രയാണെന്നുള്ളൊരു മെസ്സേജ് പാസ് ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നതാണ്. പിന്നെ ചില കേസസിലൊക്കെ പേഷ്യന്റിന്റെ മെഷർമെന്റ് അല്ലെങ്കിൽ വാല്യൂ കുറവാണെങ്കിൽ, ഇപ്പൊ ഹാർട്ട് ബീറ്റിന്റെ റേറ്റ് കുറവാണെങ്കിൽ അതൊരു എമർജൻസി സിറ്റുവേഷൻ ആണെന്ന് കണ്ടിട്ട് പേഷ്യന്റ് എന്ത് ചെയ്യാം? ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാം. അപ്പൊ ആ ഒരു സംവിധാനവും ഇത് ഒരുക്കി കിടക്കുന്നുണ്ട്. പിന്നെ വേറൊരു കേസിൽ പറഞ്ഞു, ഒന്നില്ലെങ്കിൽ രണ്ട് രീതിയിലാണ്, അത് നിങ്ങളോട് ആദ്യം പറയാം, രണ്ട് രീതിയിലാണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് ഉപയോഗിക്കുന്നത്. ഒന്നില്ലെങ്കിൽ നമുക്ക് സെൽഫ് ആക്സസ് ചെയ്യാം, അതായത് നമ്മൾക്ക് ചില ഉപകരണങ്ങൾ ഉണ്ട് ഇതിന് വേണ്ടിയിട്ട്. അത് നോക്കിയിട്ട് നമ്മൾക്ക് ഇതിന്റെ മെഷർമെന്റിന്റെ ലെവൽ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിച്ചിട്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കൂടിയ ലെവലൊക്കെ കൂടി, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബ്ലഡ് പ്രഷർ പെട്ടെന്ന് കൂടിയാണ്, നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് കൂടുകയാണ്, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആവാവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയാ, ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് ഷുഗറിന്റെ ലെവൽ നോക്കുകയാണ്, അപ്പൊ അതിനകത്ത് കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യാം? പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അപ്പൊ നമുക്ക് സെൽഫ് ആക്സസ് ചെയ്യാം. അതാണ് ഒരു രീതി എന്ന് പറയുന്നത് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗിന്റെ. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്, ഇതിനകത്ത് കുറെ ഡിവൈസസുകൾ ഉണ്ട്. റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ചില ഡിവൈസസ് ഉണ്ട്. ചില ഡിവൈസസുകളുടെ പേര് ഞാൻ പറയാം. ഒന്ന് ഗ്ലൂക്കോമീറ്റർ ആണ്, രണ്ട് പൾസ് ഓക്സിമീറ്റർ, മൂന്നാമത്തത് അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയാ കലോറിക് ഇൻടേക്ക് ഓർ ഡയറ്റ് ലോഗിംഗ് പ്രോഗ്രാം, അതായത് നമ്മുടെ വെയിറ്റ് കുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മെഷീൻസ് ഉണ്ട്. വെയിറ്റ് മെഷീൻ ഉണ്ട്, അതുപോലെ തന്നെ കാലറി നോക്കുന്ന ചില ഡിവൈസസ് ഉണ്ട്. അതൊക്കെ എന്താണ്? ഈ ഒരു റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗിൽ വരുന്ന ഡിവൈസസ് ആണ്. അപ്പൊ ഈ ഡിവൈസുകൾ ഒക്കെ എന്ത് ചെയ്യും? പേഷ്യന്റിന്റെ ഹോസ്പിറ്റലിലെ ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്ത് ഡോക്ടർക്ക് ഹോസ്പിറ്റലിൽ ഇരുന്ന് എന്ത് ചെയ്യാം? ഇത് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. പേഷ്യന്റ് എന്ത് ചെയ്യേണ്ട? ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഹോസ്പിറ്റലിലെ ഡാറ്റാബേസുമായിട്ട് ഡിവൈസസ് കണക്ട് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഡോക്ടർക്ക് മോണിറ്റർ ചെയ്യാനും അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കും. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സെൽഫ് ആക്സസ് ചെയ്യാനാണ്, അതായത് സ്വയമേ അളവുകളും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക, എന്നിട്ട് ക്രിട്ടിക്കൽ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ പോവുക. അപ്പൊ രണ്ട് രീതിയിലാണ് എന്ത് ചെയ്യുക? ഈ ഒരു സംവിധാനം ഉപയോഗിക്കുക. ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ക്ലിയർ ആണോ? എന്താണ് ക്ലിയർ അല്ലാത്ത? എന്താ ശ്രീജ സുജിത്തെ ക്ലിയർ അല്ലാത്ത? രണ്ട് രീതിയിലാണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് ഉപയോഗിക്കുക. ഒന്നില്ലെങ്കിൽ സെൽഫ് ആക്സസ് ചെയ്യാം, പല ടെലി ഹെൽത്തോ മനസ്സിലാവാത്തത്. ടെലി ഹെൽത്ത് എന്താണ്? നമ്മളിപ്പോ ഡോക്ടറിനെ ഫോണിലൂടെ വിളിക്കുന്നു, നമ്മുടെ വൈറ്റൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു, ഡോക്ടർ അതിനനുസരിച്ച് നമുക്ക് നിർദ്ദേശം തരുന്നു. ദാറ്റ് ഈസ് ടെലി ഹെൽത്ത്. മനസ്സിലായോ? ടെലി ഹെൽത്ത്. ഓക്കെ, പിന്നെ എന്താ മനസ്സിലാവാനുള്ളത്? രണ്ട് രീതിയിലാണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് ഉപയോഗിക്കുന്നത്. ഒന്ന് സെൽഫ് ആക്സസ് വഴി, അതായത് നമ്മുടെ വൈറ്റൽസ് നമ്മൾ തന്നെ എടുത്തിട്ട് അത് ഓക്കെ ആണോ എന്ന് നോക്കുന്നു, ഓക്കെ അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നു. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാല് ഈ റിമോട്ട് പേഷ്യന്റ് കണക്ട് ചെയ്യും കേട്ടോ. ഈ ഡിവൈസസ് ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യുന്നു. ുള്ള ഡോക്ടേഴ്സിന് എന്ത് കാണാം? ഈ വൈറ്റൽസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഗ്ലൂക്കോമീറ്റർ കണക്ട് ചെയ്യാണ്. ഈ ഒരു ഡാറ്റാബേസിൽ ഈ ഒരു ഡിവൈസ് വെച്ചിട്ട് ഗ്ലൂക്കോമീറ്റർ കണക്ട് ചെയ്യുന്നു, നമ്മുടെ കയ്യിൽ ഒന്ന് കുത്തുന്നു അല്ലെ. അതിനകത്ത് എന്താണ്, നമുക്കൊന്ന് പെട്ടെന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് നമ്മുടെ ഗ്ലൂക്കോസിന്റെ അളവെന്ന് ഡോക്ടർക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. പേഷ്യന്റ് വീട്ടിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ക്ലിയർ ആണോ? രണ്ട് രീതിയിലാണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്. ഏകദേശ ധാരണ കിട്ടിയോ? ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ പേഷ്യൻസിനെ തിരിച്ചറിയാനും അവരെ ഐഡന്റിഫൈ ചെയ്യാനും ഇതിലൂടെ സാധിക്കും. ഓക്കെ, ലാസ്റ്റ് ചോദിച്ചാൽ മതി. നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മള് ഇതിന് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും എന്താ പറയാ സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ COVID-19 സമയത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസിന്റെ പേരെന്താ? COVID-19 സമയത്ത് ഒന്ന് കമന്റ് ചെയ്തേ. ഏതായിരുന്നു ഡിവൈസ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്? ഡിവൈസോ മാസ്ക് ആണോ ഡിവൈസ്? ഏതാണ് ഡിവൈസ്? നിങ്ങൾ ആരും ഉപയോഗിച്ചിട്ടില്ലേ? തെർമോമീറ്റർ, ഓക്സിമീറ്റർ, ലിൻഷ മൻസൂർ. പൾസ് ഓക്സിമീറ്റർ എന്നാണ്. ഇതിനെക്കുറിച്ച് പോലും അവയർനെസ് ഇല്ലേ? പൾസ് ഓക്സിമീറ്റർ ആണ് വ്യാപകമായിട്ട് രോഗികൾക്ക് കൊടുത്തിരുന്നത്. കാരണം ഹോസ്പിറ്റലുകളിൽ ബെഡ് അവൈലബിൾ അല്ല കൊറോണയുടെ സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു COVID-19 സമയത്ത് എന്ത് അവൈലബിൾ അല്ല? ബെഡ്സ് ഹോസ്പിറ്റലിൽ അവൈലബിൾ അല്ല. വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെയാണ് ഹോസ്പിറ്റലൈസ്ഡ് ആക്കുക ആ ഒരു സമയത്ത്. ഇപ്പൊ ക്രിട്ടിക്കൽ അല്ലാത്ത പേഷ്യൻസ്, ചിലപ്പോൾ ഇതിനകത്ത് ആസ്മ പേഷ്യൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറവായിട്ടുള്ള പേഷ്യൻസ്, കുട്ടികള്, ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. മുതിർന്ന പൗരന്മാര്, അവരൊക്കെ ക്രിട്ടിക്കൽ അല്ലെങ്കിൽ എന്ത് ചെയ്യും? വീട്ടിൽ അവർ ഐസൊലേഷനിൽ ഇരിക്കും അല്ലെ. വീട്ടിൽ അവർ ഐസൊലേഷനിലാണ് ഇരിക്കുക. അപ്പോ അതായത് നമ്മുടെ ആശാവർക്കർക്ക് നമുക്കൊരു സാധനം കൊണ്ടുതരും. അതിന്റെ പേരാണ് പൾസ് ഓക്സിമീറ്റർ. ഇടയ്ക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യാൻ പറയും. ഇപ്പൊ COVID-19 ഒരു പീരീഡ് എന്ന് പറയുന്നത് 14 ദിവസമൊക്കെ ആണല്ലോ, 2 ആഴ്ചയാണല്ലോ, അല്ലെങ്കിൽ ആദ്യത്തെ 7 ദിവസമൊക്കെ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ഈ ഒരു സമയത്ത് എല്ലാ ദിവസവും രാവിലെ ഈ ഒരു പൾസ് ഓക്സിമീറ്റർ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിലൊന്ന് ഘടിപ്പിക്കാനായിട്ട് പറയും. എന്നിട്ട് അതിനകത്ത് ഓക്സിജന്റെ ലെവൽ നോക്കാൻ പറയും. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് പൾസ് ഓക്സിമീറ്റർ ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? ഓക്സിജൻ ലെവൽ നോക്കാനാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ബിലോ 90 താഴെയാണ് നമ്മുടെ ഓക്സിജൻ ലെവൽ എങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആകണം എന്നാണ് അത് കാണിക്കുന്നത്. അപ്പൊ ആ ഒരു ഡിവൈസ് അല്ലെങ്കിൽ ആ ഒരു പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്നത് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗിന്റെ ഉദാഹരണമാണ്. ഓക്കെ, അത് സെൽഫ് ആക്സസ് ആണ് ചെയ്യുന്നത്. കൊറോണയുടെ സമയത്ത് നമ്മൾക്ക് കൊണ്ട് തരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ തനിയെ നോക്കുന്നത് അല്ലെ. അതാണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗിന്റെ ആദ്യത്തെ മെത്തേഡ്, സെൽഫ് ആക്സസ്. നമ്മൾ തനിയെ നമ്മുടെ വൈറ്റൽസ് അല്ലെങ്കിൽ ഈ ഒരു അളവ് എത്രയാണ് നമ്മുടെ ഓക്സിജന്റെ അളവ് എന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. അതാണ് ആദ്യത്തെ രീതി. അപ്പൊ നമുക്കത് കൂടുതലാണെങ്കിൽ ഇപ്പൊ 19 കിലോ ആണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? ഹോസ്പിറ്റലൈസ്ഡ് ആകേണ്ട ആവശ്യമുണ്ട്. ദാറ്റ് ഈസ് സെൽഫ് ആക്സസ്. ഇനി ഇതേ ഉപകരണം തന്നെ, ഇതൊറ്റ ഒരു ഉപകരണമായിട്ട് കിട്ടില്ല. ഗ്ലൂക്കോമീറ്റർ ഉണ്ടാവും, പൾസ് ഓക്സിമീറ്റർ ഉണ്ടാവും, അങ്ങനെയുള്ള ഹാർട്ട് ബീറ്റ് നോക്കുന്ന എല്ലാ തരത്തിലുള്ള ഡിവൈസസും ഒരു പ്രത്യേക പെട്ടിയില് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു എന്താ പറയാ ഒരു നമ്മൾ പണ്ട് കാലത്തൊക്കെ സ്കൂളുകളിൽ ഒരു പെട്ടി ഉപയോഗിച്ചിരുന്നില്ലേ? ആ ഒരു ഇതിൽ എന്ത് ചെയ്യും? ഘടിപ്പിക്കും. ഘടിപ്പിച്ചിട്ട് ഇത് കണക്ട് ചെയ്യും.
അതായത് ആ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തില് ഹോസ്പിറ്റലിന്റെ ഡാറ്റാബേസുമായിട്ട് ഈ ഡിവൈസ് എന്ത് ചെയ്യും, ബോക്സ് കണക്ട് ചെയ്യും. അതിലൂടെ പേഷ്യന്റിന് ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യാം നോക്കിയിട്ട്, അതായത് പൾസ് ഓക്സിമീറ്റർ എടുത്തിട്ട് വിരൽ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഡോക്ടർക്ക് എന്ത് കിട്ടും, ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് ഇവരുടെ വൈറ്റൽസ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ രണ്ട് രീതിയിൽ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ക്ലിയർ ആണോ? പൾസ് ഓക്സിമീറ്ററിന്റെ കാര്യം പറഞ്ഞപ്പോ ഓക്കെയാണോ? കണക്ട് ചെയ്യുന്നതാണ്, രണ്ട് രീതിയിലാണ്. ഒന്ന് കണക്ഷൻ കൊടുക്കും, രണ്ടാമത് നമുക്ക് സ്വയം ചെയ്യാം. ഓക്കെ, ഇതിൽ കൂടുതൽ വിശദീകരിച്ച് പറയാനായിട്ട് എനിക്ക് പറ്റില്ല കേട്ടോ. ഇതാണ് വിശദീകരണം അതിന്റെ. ഓക്കെ, അപ്പോ ഇതിന് ചില ഡിവൈസസ് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ഗ്ലൂക്കോമീറ്റർ ഉണ്ട്, അതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ പൾസ് ഓക്സിമീറ്റർ ഉണ്ട്, പിന്നെ നമ്മുടെ വെയിറ്റ് മെഷീൻ, നമ്മുടെ വെയിറ്റ് നോക്കുന്ന ഉപകരണം. അപ്പൊ നിങ്ങൾക്കിപ്പോ നല്ല തടിയുള്ള ഒരാളാണെന്ന് വിചാരിക്കുക, നിങ്ങൾ വെയിറ്റ് കുറക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പൊ നിങ്ങള് അതിന് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ട്രെയിനറിന്റെ അടുത്ത് ചെല്ലുമല്ലോ. അപ്പൊ ഓൺലൈനായിട്ടാണ് ഇപ്പൊ പല ഫെസിലിറ്റിയും നമുക്ക് തരുന്നത്. വെയിറ്റ് നമുക്ക് വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമുക്ക് കുറക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഡെയിലി ഇദ്ദേഹം എന്ത് ചെയ്യും, നമ്മൾ ട്രെയിനർ എന്ന് പറയും, വെയിറ്റ് നോക്കാനായിട്ട് പറയും. അതും റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗിന്റെ എക്സാമ്പിൾ ആണ്. കാരണം വീട്ടിലിരുന്നുകൊണ്ട് നമ്മൾ സെൽഫ് ആക്സസ് ആണ് ചെയ്യുന്നത്. നമുക്ക് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, വീഡിയോ ആയിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കുക അല്ലെ. ഇതൊക്കെ എന്താണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ മയക്കുമരുന്ന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരുടെ അവരുടെ ആ റിഡക്ഷന് വേണ്ടിയിട്ട് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് എന്താ പറയാ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ മാറ്റി കൊടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു ഫെസിലിറ്റി ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ക്ലിയർ ആണോ? അടുത്തത് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് ആണ് കേട്ടോ. Master Patient Index has gathered popularity across many hospitals and large organizations of medical practices. With this technology, one requires to feed the patient's information once. After that, it gets connected to numerous databases, and therefore, this data can be useful in the future for other lab tests and clinical departments. Finding the data manually every time is not needed then. The ease of access to a patient's details is the most important benefit of using the Master Patient Index. Also, it is totally automated, minimizes the possibility of errors, and improves safety of the information. Okay. മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് വിവിധ ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ വലിയ ഓർഗനൈസേഷനിലും ജനപ്രീതി നേടിയിട്ടുള്ള ഒന്നാണ്. MPA എന്നാണ് ഇതിന്റെ ഷോർട്ട് ഫോം വരുന്നത് കേട്ടോ. ഈ ഒരു ടെക്നോളജിയിലൂടെ നമുക്ക് ഒരു തവണ രോഗികൾക്ക് എന്ത് ചെയ്താൽ മതി, ഇൻഫോർമേഷൻസ് അവരുടെ കൊടുത്താൽ മതി. അതിനുശേഷം നിരവധി ഡാറ്റാബേസുകളിലേക്ക്, ഹോസ്പിറ്റലിൽ തന്നെ പലതരത്തിലുള്ള ഡാറ്റാബേസുകളിലേക്ക് ഈ വിവരങ്ങള് കണക്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യാം, ഫ്യൂച്ചറിൽ നമുക്ക് എന്ത് ചെയ്യണ്ട, ലാബ് ടെസ്റ്റുകൾക്കോ അല്ലെങ്കിൽ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റിനോ ഒന്നും എന്ത് ചെയ്യണ്ട, വീണ്ടും നമ്മൾ വിവരങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരൊറ്റ പ്രാവശ്യം എന്ത് ചെയ്താൽ മതി, വിവരങ്ങൾ നമ്മൾ കൊടുത്താൽ മതി. ഓരോ തവണയും ഡാറ്റ ഫൈൻഡ് ചെയ്യേണ്ട ആവശ്യവും ഇതിനകത്ത് വരുന്നില്ല. പിന്നെ MPA ഉപയോഗിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് രോഗിയുടെ ഡീറ്റെയിൽസിലേക്കുള്ള എൻട്രിയാണ്. ഇത് ഇറവ് കുറയ്ക്കുന്നു, കൂടാതെ സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യുന്നു. അതാണ് നമ്മുടെ സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി കുറച്ചുകൂടി വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് ഒരു പേഷ്യന്റ് ആയിട്ട് നമ്മൾ ആദ്യം ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും, നമ്മളെ രജിസ്റ്റർ ചെയ്യും അല്ലെ. നമ്മുടെ പേര്, നമ്മുടെ ഏജ്, നമ്മുടെ മൊബൈൽ നമ്പർ, നമ്മുടെ അഡ്രസ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, നമ്മള് രജിസ്റ്റർ ചെയ്യാറുണ്ട്. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഡോക്ടറെ കാണുന്നു. മറ്റു പലവിധ പരിശോധനകൾക്കുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ലബോറട്ടറിയിൽ പോകാം, അല്ലെങ്കിൽ റേഡിയോളജി വിസിറ്റ് ചെയ്യാം, അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ചെന്നിട്ട് വീണ്ടും നമ്മൾ പറയണം അല്ലെ, നെയിമും ഏജും ഒക്കെ പറയണോ?
അത് നിങ്ങളാണ് പറയേണ്ടത്. ഒന്ന് കമന്റ് ചെയ്തേ. നമ്മൾ പറയണം. ആദ്യം ഒരു പ്രാവശ്യം നമ്മൾ രജിസ്റ്റർ ചെയ്തു, പിന്നീട് നമ്മൾ ചെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ, പറയേണ്ട ആവശ്യമില്ല അല്ലെ. കാരണം എന്താണ്, നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്ത ആ കാര്യങ്ങള് ഹോസ്പിറ്റലിന്റെ തന്നെ പല ഡാറ്റാബേസിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലബോറട്ടറി ആവാം, റേഡിയോളജി ആവാം, അങ്ങനെയുള്ള പല ഡാറ്റാബേസിലേക്കും കണക്ട് ചെയ്യും. നമ്മൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു UHID കിട്ടുന്നതാണ് അല്ലെ. UHID എന്ന് പറഞ്ഞാല് അതായത് നമ്മുടെ എല്ലാ വിവരങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായി ചേർന്ന് ക്രോഡീകരിച്ച് അഥവാ ഇന്റഗ്രേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇത് UHID ഉപയോഗിച്ചിട്ടാണ്. ഇതിനെയാണ് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന വിവരങ്ങള് ഡാറ്റാബേസില് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായും അല്ലെങ്കിൽ എല്ലാവിധ ഫെസിലിറ്റീസുമായിട്ട് ക്രോഡീകരിക്കുന്നു, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, അതിനെ സ്റ്റോർ ചെയ്യുന്നു. ദാറ്റ് ഈസ് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ്. ഓക്കെ, ഇനി UHID ഉപയോഗിച്ച് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ പേരിൽ എന്താവും, ഒരു ID നമ്മുടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഒരു ID ഉണ്ട്. നമ്മളിപ്പോ ആ IDയുമായിട്ട് നമ്മുടെ അടുത്ത് IDയുടെ നമ്പർ ഉണ്ട്, നമ്മള് ലബോറട്ടറിയിൽ പോവാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ പേരും കാര്യങ്ങളൊന്നും വീണ്ടും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. UHID എന്ത് ചെയ്താൽ മതി, നമ്മൾ കൊടുത്താൽ മതി അല്ലെ. UHID കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വിവരങ്ങളിലേക്ക് എളുപ്പത്തില് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അഥവാ UHID നമ്പർ നമ്മൾ മറന്നുപോയി, നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുത്താലും മതി. കാരണം എന്താ, മൊബൈൽ നമ്പർ ഇതുമായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പൊ മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുത്താൽ നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. നമ്മളിപ്പോ നമ്മുടെ നമ്പർ മറന്നുപോയി, നമ്മള് മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുത്താൽ എളുപ്പത്തിൽ നമ്മുടെ ഫയല് എടുക്കാനായിട്ട് സാധിക്കും. മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുത്താൽ ആ ഒരു ഇതില് നമുക്ക് അത് കിട്ടുന്നതാണ്. ഇനി പേഷ്യന്റിന് മൊബൈൽ നമ്പറും ഇല്ല, UHID ഇല്ല, ആ ഒരു ഇതില് പേഷ്യന്റ് ചെല്ലുകയാണ്. ഓക്കെ, മൊബൈൽ ഉപയോഗിക്കാത്തൊരു വ്യക്തി അല്ലെങ്കിൽ മൊബൈൽ ഇല്ലാത്തൊരു വ്യക്തി അല്ലെങ്കിൽ മൊബൈൽ നഷ്ടപ്പെട്ട ഒരു വ്യക്തി, ഇതൊക്കെ അവര് ചെന്നിട്ട് പറയാണ് ആ നമ്പർ ഒക്കെ ഇല്ല, അല്ലെങ്കിൽ അത് എന്റെ നഷ്ടപ്പെട്ടു പോയി, UHIDയും എന്റെ കയ്യിലില്ല എന്ന് പറയുമ്പോൾ എന്താ ചെയ്യാ പിന്നീട് അവിടെ? ആധാറോ? അതത്ര എളുപ്പമുള്ള കാര്യമല്ല. പുതിയൊരു ഡാറ്റ അല്ലെങ്കിൽ പുതിയൊരു രജിസ്ട്രേഷൻ അവർ എടുക്കാനായിട്ട് കേട്ടോ, അതാ ചെയ്യാ. പുതിയൊരു രജിസ്ട്രേഷൻ എന്ത് ചെയ്യും, അവര് എടുക്കാനായിട്ട് നോക്കും. എടുക്കാനായിട്ട് നോക്കുമ്പോൾ രസകരമായിട്ടുള്ള കാര്യമാണ്, സിസ്റ്റം അത് പ്രിവെന്റ് ചെയ്യും. എന്താ പ്രിവെന്റ് ചെയ്യുന്ന സിസ്റ്റം? അതിനെ എങ്ങനെയാ പ്രിവെന്റ് ചെയ്യാം? ഓൾറെഡി ID ഉള്ള ഒരു പേഷ്യന്റ് ആണ്, അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പറും പോയി, UHID പോയി, പുതുതായിട്ട് അദ്ദേഹം ഒരു ഫയൽ എടുക്കാനായിട്ട് പോവാണ്. അങ്ങനെ എടുക്കുമ്പോൾ സിസ്റ്റത്തിൽ കാണിക്കുന്നത് പ്രിവെൻഷൻ ആണ്. അതായത് ആ ഡാറ്റ എടുക്കാനായിട്ട് സിസ്റ്റം സമ്മതിക്കുന്നില്ല. ഓക്കെ, എന്താണ്, അവിടെ ഓൾറെഡി അയാളുടെ ഒരു ഫയൽ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വീണ്ടും അതേ ഡീറ്റെയിൽസ് വെച്ചിട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാൽ സിസ്റ്റം അത് പ്രിവെന്റ് ചെയ്യും. ദാറ്റ് ഈസ് ഡ്യൂപ്ലിക്കേഷൻ. ഡ്യൂപ്ലിക്കേഷൻ അവിടെ കാണിക്കുന്നതാണ് കേട്ടോ. അതായത് ഒരു വ്യക്തിക്ക് ഒന്നിലധികം ഫയലുകൾ എടുക്കാനായിട്ട് നോക്കുമ്പോൾ സിസ്റ്റം കാണിക്കുന്ന ഒരു പ്രോസസ് ആണെന്ത്, ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് ആണ് എന്ത് ചെയ്യുക, സഹായിക്കുക. ഓക്കെ, ആ ഒരു ഫെസിലിറ്റിയാണ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. വളരെ ഹെൽപ്ഫുൾ ആണ് കേട്ടോ. നമുക്ക് വീണ്ടും വീണ്ടും ഫയൽ എടുക്കുകയോ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യകതകളൊന്നും വരുന്നില്ല. സിസ്റ്റം അതിനെ ഓൾറെഡി പ്രിവെന്റ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, ക്ലിയർ ആയോ മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ്? ഇനി അടുത്തത് റാപ്പിംഗ് ഇറ്റപ്പ് എന്നാണ് കേട്ടോ. ഇവിടെ ഹെഡിങ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അത് തെറ്റാണ്. റാപ്പിംഗ് ഇറ്റപ്പ് എന്ന് പറഞ്ഞാല് ഇതിനൊരു കൺക്ലൂഷൻ കൊടുക്കുകയാണ്. അപ്പൊ ഇതിന് ഹെഡിങ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വെട്ടുക. അതായത് ആ ഹെഡിങ് വേണ്ട ഇവിടെ റാപ്പിംഗ് ഇറ്റപ്പ്. അത് നേരെ ആ ഒരു ഹെൽത്ത് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് തുടങ്ങുന്ന ആ ഒരു സെന്റൻസിന്റെ ഫ്രണ്ടിലായിട്ടാണ് വരുന്നത് കേട്ടോ. അതായത് ഇതിനെ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതില്
ഇതിനൊരു കൺക്ലൂഷൻ കൊടുക്കുവാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആ കൺക്ലൂഷനിൽ ഉൾപ്പെടുത്തുക, നമ്മളൊന്ന് സമ്മറൈസ് ചെയ്യാണ് ഇതിന്, അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ കൊടുക്കുകയാണ്. അതാണ് താഴെ പറയുന്ന സെന്റൻസുകൾ അല്ലെങ്കിൽ ആ ഒരു പാരഗ്രാഫ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Health information system will go on to bring changes in healthcare service with the assistance of powerful system in hospital and medical procedures. Not only will the efficiency of the professionals be increased, but also their work will become easier and more organized. As a result, they focus on giving better care to the patients and improving patient engagement and contentment. In short, HIS offers a win-win situation for both the patients and the healthcare providers when it comes to refining care delivery services. അതായത് ഓവറോൾ ഇതിനൊരു കൺക്ലൂഷൻ കൊടുക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു. ഹെൽത്ത് കെയർ സേവനത്തില് ഈ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് ഇത് പറയുന്നത്. ഹോസ്പിറ്റലിന്റെ പ്രൊസീജിയേഴ്സ് എഫക്റ്റീവായി ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നു. സ്റ്റാഫുകളുടെ ജോലി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. സ്റ്റാഫുകൾക്ക് ഈസി ടാസ്കുകളായിട്ട് ജോലി ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇതിലൂടെ രോഗികൾക്ക് കൂടുതൽ കെയർ കൊടുക്കപ്പെടുന്നു. രോഗിയുടെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിക്കുന്നതില് ഹോസ്പിറ്റൽ അതോറിറ്റി അല്ലെങ്കിൽ കെയർ പ്രൊവൈഡേഴ്സ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ചുരുക്കത്തിൽ പറയുവാണെങ്കിൽ ഇതൊരു വിജയകരമായിട്ടുള്ള ഒന്നാണ്, അല്ലെങ്കിൽ ഒരു വിൻ വിൻ സിറ്റുവേഷൻ ഈ ഒരു HISലൂടെ ഹോസ്പിറ്റലുകളിൽ നടപ്പിലാക്കപ്പെടുന്നുണ്ട്. അതാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയണം. നിങ്ങൾ ആരെങ്കിലും ഇത് എഴുതിയെടുക്കുന്നുണ്ടോ? ഓക്കെ, ഒന്നും കൂടി പറയാം. എഴുതിയെടുക്കേണ്ട ആവശ്യമുണ്ടോ? വായിച്ചാൽ മനസ്സിലായില്ലേ? ഇത്രയും വലിയ പാരഗ്രാഫ് ഒക്കെ എഴുതിയെടുക്കണോ? ഇല്ല. വായിച്ചാൽ മനസ്സിലാവും. നമ്മളത് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. നോട്ട്. ഓക്കെ ഓക്കെ. ഞാൻ പറഞ്ഞുതരാം, ഒന്നും കൂടി പറഞ്ഞുതരാം. ഹെൽത്ത് കെയർ സേവനത്തില് ഇത് വളരെ ഹെൽത്ത് കെയർ സേവനത്തില് ഇത് വളരെയധികം ഇമ്പോർട്ടൻസ് വഹിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിന്റെ പ്രൊസീജിയേഴ്സ് എഫക്റ്റീവായി ചെയ്യാൻ ഈ ഒരു സിസ്റ്റത്തിലൂടെ സാധിക്കുന്നു കേട്ടോ. ഹോസ്പിറ്റലിന്റെ പ്രൊസീജിയേഴ്സ് എഫക്റ്റീവായി ചെയ്യാനായിട്ട് ഈ ഒരു സിസ്റ്റത്തിലൂടെ സാധിക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ സ്റ്റാഫുകളുടെ ജോലി ഇംപ്രൂവ് ചെയ്യിക്കുന്നു. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഈസിയാണ് ജോലി ചെയ്യാനായിട്ട്. കാരണം ഈ സിസ്റ്റമാണ് ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് അല്ലെ. ഇപ്പൊ സ്റ്റാഫുകൾക്ക് എന്ത് ചെയ്യണ്ട, അധികം എഫേർട്ട് എടുക്കേണ്ട ആവശ്യം അതിനകത്ത് വരുന്നില്ല. സ്റ്റാഫുകളുടെ ജോലി ഇംപ്രൂവ് ചെയ്യിക്കുന്നു. ദെൻ ഈസി ടാസ്കുകളായി ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഈസി ടാസ്കുകളായിട്ട് ഇതിലൂടെ ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. രോഗികൾക്ക് കെയർ കൂടുതലായിട്ട് കൊടുക്കാനായിട്ട് പറ്റുന്നു. രോഗികളുടെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിക്കുന്നതിൽ ഹോസ്പിറ്റൽ അതോറിറ്റി കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. കൂടുതൽ ഇംപ്രൂവ്മെന്റ് അവർക്ക് ഉണ്ടാവുന്നില്ല ഇതിലൂടെ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചുരുക്കത്തിൽ പറയുവാണെങ്കിൽ ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ, വിജയകരമായ ഗാഥ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. അതാണ് എന്റെ കറക്റ്റ് മലയാളം കേട്ടോ. ഒരു വിജയമാണത്. ഈ ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തിലൂടെ ധാരാളം കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഹോസ്പിറ്റൽസിന് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. മതിയോ? ഇനി വേണം എക്സ്പ്ലനേഷൻ? ഓക്കെ, ഇനി അടുത്തത് വലിയൊരു പാരാഗ്രാഫാണ്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം വായിക്കുക കേട്ടോ. EHR-നെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു 2-3 മിനിറ്റ് 5 മിനിറ്റ് മതിയാവും തോന്നുന്നു. എന്നിട്ട് എന്നോടൊന്ന് തമ്പ് ചെയ്യണം കേട്ടോ. വായിച്ചു കഴിഞ്ഞാൽ ഒന്ന് തമ്പ് ചെയ്യുക, റിപ്ലൈ തരാം വായിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിക്കുക.
ഓക്കെ, വായിച്ചോ? ഓക്കെ. ഇപ്പൊ ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തില് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിനെ കുറിച്ചിട്ടാണ് ഇവിടെ ആദ്യം പറയുന്നത് കേട്ടോ. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് അഥവാ EHR. ഓക്കെ, നോക്കാം നമുക്ക് ആദ്യത്തെ പാരഗ്രാഫ് എന്താണ് പറയുന്നത് നോക്കാം. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് EHR is the systemized body of patients and population electronically recorded health information in a digital format. These records can be shared across different healthcare settings. Records are shared through network connected enterprise-wide information system or other information networks and exchanges. EHRs may consist of a range of data that includes demographics, medical history, medication and allergies, immunization status, laboratory test result, radiology images, vital signs, personal statistics such as age and weight, and billing information. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് സ്ഥിതിവിവര കണക്കുകളാണ്. അതായത് പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻസിനെയാണ് പേഴ്സണൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് ഇൻഫോർമേഷൻ എഴുതാം. ദെൻ നമുക്ക് ഇതിനകത്ത് പോയിന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് പ്രധാനമായിട്ടുള്ള പോയിന്റ് അത് ഞാൻ പറഞ്ഞു തന്നിട്ട് ഇതിന്റെ എക്സ്പ്ലനേഷൻ പറയാം. EHRs may consist of a range of a data that includes demographics, medical history, medication. ആ തുടങ്ങുന്ന ആ ഒരു ലൈൻസ് ഉണ്ടല്ലോ, അത് തുടങ്ങി ബില്ലിംഗ് ഇൻഫോർമേഷൻ വരെ എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്യുക. ഇമ്പോർട്ടന്റ് ആണ്. EHRൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആവുന്നതെന്ന് ചോദിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇനി നേരെ ഇതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് വരാം. ഡിജിറ്റൽ ഫോർമാറ്റിൽ രോഗിയുടെ ആരോഗ്യ വിവരങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന രേഖയാണെന്ത് EHR അഥവാ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. ഇതൊരു ഡിജിറ്റൽ ഫോർമാറ്റിലാണ് എന്ത് സൂക്ഷിച്ചിരിക്കുന്നത്, പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതിന്റെ ഒരു രേഖയാണെന്ത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. സിസ്റ്റത്തിൽ തന്നെയാണ് എന്ത് ചെയ്യുക, ഇത് സൂക്ഷിച്ച് വെക്കുക.
ഓക്കെ. ഇത് ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ HR എന്ത് ചെയ്യാം, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ത് ചെയ്യാം, പല ഡിപ്പാർട്ട്മെന്റിൽ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതെങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്? ത്രൂ നെറ്റ്വർക്കിലൂടെ നമുക്കിത് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ തന്നെ ഇൻഫോർമേഷൻ സിസ്റ്റത്തിലൂടെ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ മറ്റ് നെറ്റ്വർക്കുകളിലൂടെയോ മറ്റ് എക്സ്ചേഞ്ചുകളിലൂടെയോ എന്ത് ചെയ്യാം, ഈ വിവരങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഹോസ്പിറ്റലിന്റെ പല ഡിപ്പാർട്ട്മെന്റിലേക്ക് ഈ മാർഗം മുഖേനയാണ് എന്ത് ചെയ്യുക, ഹോസ്പിറ്റലിന്റെ ഈ ഒരു EHR എന്ന് പറയുന്ന ഒരു റെക്കോർഡ് ഷെയർ ചെയ്യപ്പെടുക. ഓക്കെ, പിന്നെ ഇതിനകത്തുള്ള വിവരങ്ങൾ EHR എന്തൊക്കെയാണ്, EHR കണ്ടെയ്ൻസ് അല്ലെങ്കിൽ EHR ഇൻക്ലൂഡ്സ് എന്തൊക്കെ വിവരങ്ങളാണ് ഇതിനകത്തുള്ളത്? അതായത് പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററി വ്യക്തമായിട്ട് ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. പേഷ്യന്റ് എന്തെങ്കിലും അലർജീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. പേഷ്യന്റിന്റെ ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ലബോറട്ടറി റിസൾട്ടുകൾ EHR ഉണ്ടാകും. പിന്നെ റേഡിയോളജി ഇമേജസുകൾ ഉണ്ടാകും. റേഡിയോളജി ഇമേജസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, MRI ഇമേജ്, എക്സ്റേ, അതുപോലെ CT, അതിന്റെയൊക്കെ ഇമേജുകളൊക്കെ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ദെൻ പ്രധാനപ്പെട്ട വൈറ്റൽസ്, രോഗിയുടെ പ്രധാനപ്പെട്ട വൈറ്റൽസ്, പിന്നെ അദ്ദേഹത്തിന്റെ ഏജ് എത്രയാണ്, അദ്ദേഹത്തിന്റെ വെയിറ്റ് എത്രയാണ്, പിന്നെ അദ്ദേഹം ആ ഒരു ഹോസ്പിറ്റലിൽ ഇരുന്ന കാലഘട്ടത്തിലെ ബില്ലിംഗ് ഇൻഫോർമേഷൻ എന്തൊക്കെയാണ് എന്നീ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് EHR-ൽ റെക്കോർഡഡ് ആണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് EHR-ൽ സൂക്ഷിച്ചു വെക്കുക? മെഡിക്കൽ ഹിസ്റ്ററി, അലർജീസ്, ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ്, ലബോറട്ടറി റിസൾട്ട്, റേഡിയോളജി ഇമേജ്, വൈറ്റൽസ്, ഏജ് ആൻഡ് വെയിറ്റ്, ബില്ലിംഗ് ഇൻഫോർമേഷൻസ്. ക്ലിയർ അല്ലേ? ഫസ്റ്റ് പാരഗ്രാഫ് ഓക്കെ ആണോ? ഇനി സെക്കൻഡ് പാരഗ്രാഫ് എന്താണെന്ന് നോക്കാം നമുക്ക്. എഴുതാം. For several decades, electronic health records (EHRs) have been evaluated as key to enhancing quality care. Electronic health records are used for other reasons than charting for patients. Today, providers are using data from patient records to enhance quality outcomes by means of their care management programs. EHR contains all patients' demographics into a large pool and uses this information to help with the creation of new treatments or innovation in healthcare delivery, which overall improves the goals in healthcare. Combining multiple types of clinical data from the system's health records has aided clinicians recognize and certify chronically ill patients. EHR can improve quality care by using the data and analytics to avoid hospitalization among high-risk patients. ഇത് പറയുന്നത് കുറെ കാലങ്ങളായി EHR എന്ന് പറയുന്നത് ക്വാളിറ്റി കെയർ ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള താക്കോലായിട്ട് കൂടി, കീ ആയിട്ട് കൂടി ആരെ കണക്കാക്കുന്നുണ്ട്? ഈ ഒരു EHR-നെ കണക്കാക്കുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള കെയർ പേഷ്യൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കീ ഫാക്ടർ ആയിട്ട് EHR ശ്രമിക്കുന്നുണ്ട്. ദെൻ ഇതിലൂടെ ചാർട്ടിംഗ് പ്രോസസ്സ് മാത്രമല്ല നടക്കുന്നത്, അതായത് ഈ തരത്തിലുള്ള വിവരങ്ങളുടെ ഒരു ശേഖരണം മാത്രമല്ല നടക്കുന്നത്. ഡോക്ടർമാർ എന്ത് ചെയ്യും? EHR വഴിയാണ് രോഗികൾക്ക് ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഡോക്ടേഴ്സിന് എന്ത് ചെയ്യാം? ഇത് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെ? EHR എന്ത് ചെയ്യാം? ഡോക്ടേഴ്സിന് എളുപ്പത്തിൽ കാണാനായിട്ട് സാധിക്കും. അതിൽ പറയുന്ന, കാരണം കംപ്ലീറ്റ് ഇൻഫോർമേഷൻസ് ഉണ്ട്. ഒരു രോഗിയുടെ എല്ലാ തരത്തിലുമുള്ള റേഡിയോളജി ഇമേജ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു EHR-ലുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? ഡോക്ടർമാർക്ക് സ്റ്റെപ്പ് ആയിട്ട് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനും കൂടി ഇതിലൂടെ സാധിക്കും. ഇനി അതുപോലെ തന്നെ EHR എന്ന് പറയുന്നത് ഒരു വലിയ പൂളിലേക്ക് രോഗിയുടെ വിവരങ്ങളെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഒരു വലിയ സിസ്റ്റംസിലേക്കാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ വൈഡ് റേഞ്ചിലുള്ള ഒരു സിസ്റ്റമിലേക്കാണ് എന്ത് ചെയ്യുക? ഈ രോഗിയുടെ വിവരങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഒരു പുതിയ ഇന്നോവേഷൻ കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നു. നൂതനമായിട്ടൊരു ടെക്നിക്കാണ് എന്ത്? EHR എന്ന് പറയുന്നത്.
ഇത് പല പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ഇതിലൂടെ സഹായകമായിട്ടുണ്ട്. ഡാറ്റാബേസ് കംപ്ലീറ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിലൂടെ ക്രോണിക് പേഷ്യൻസിനെ ഐഡന്റിഫൈ ചെയ്യാനും തരംതിരിക്കാനും ഡോക്ടർമാർക്ക് ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു രോഗിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്രോഡീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിലൂടെ ക്രോണിക് ആയിട്ടുള്ള പേഷ്യന്റ് ഏതാണ് അല്ലെങ്കിൽ ക്രോണിക് അല്ലാത്ത പേഷ്യൻസ് ഏതാണെന്ന് എന്ത് ചെയ്യാം, ഡോക്ടർമാർക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഹൈ റിസ്ക് പേഷ്യൻസിന് ആശുപത്രിവാസം ഒഴിവാക്കാനും ഡാറ്റ ഉപയോഗിച്ച് ക്വാളിറ്റി കെയർ മെച്ചപ്പെടുത്താനും കഴിയും. ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഹൈ റിസ്ക് ആയിട്ടുള്ള പേഷ്യൻസിന് എന്ത് ചെയ്യേണ്ട, ആശുപത്രിയിൽ വന്ന് അഡ്മിറ്റ് ആവേണ്ട ആവശ്യമില്ല. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, അദ്ദേഹത്തിന്റെ വിവരങ്ങൾ അപ്പം എന്ത് ചെയ്യാം, ഡോക്ടർക്ക് കൈമാറാനും ഈ ഒരു സിസ്റ്റത്തിലൂടെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിലൂടെ സാധിക്കുന്നുണ്ട്. ഓക്കെ ആണോ, മനസ്സിലായോ? ഇനി മൂന്നാമത്തെ പാരാഗ്രാഫ് പറഞ്ഞോട്ടെ ഞാൻ. EHR system are outlined to record and store data correctly and to capture the state of patient over time. It removes the need to trace down a patient's previous paper medical records and helps in ensuring data is up to date, accurate and readable. It also allows open communication between the patient and the provider while providing privacy and security. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ആണ് കേട്ടോ. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി, ആക്യുറേറ്റ് ആൻഡ് റീഡബിൾ. ഓക്കെ, ഇതൊക്കെ അതിന്റെ സവിശേഷതകളാണ്. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഇറ്റ് ക്യാൻ ലെസൺ ദ റിസ്ക് ഓഫ് ഡാറ്റ റെപ്ലിക്കേഷൻ സിൻസ് ദർ ഈസ് only one modifiable file, which means the file is more likely up to date and reduces the risk of lost paperwork and is cost efficient. Because of the digital information being searchable and in a single file, EMRs, electronic medical record, are more effective when taking out medical data for the examination of possible trends and long-term changes in a patient population-based studies of medical records may also be made easier by the widespread adoption of EHRs and EMRs. മൂന്നാമത്തെ പാരാഗ്രാഫിൽ പറയുന്നത് EHR എന്ന് പറയുന്നത് ഡാറ്റ റെക്കോർഡ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, അപ്ഡേറ്റഡ് കണ്ടീഷനിൽ ഇത് ആക്സസ് ചെയ്യുന്നു. എന്തൊക്കെയാണ്? EHR ഡാറ്റ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്യുന്നുണ്ട്, അതുപോലെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പേഷ്യന്റിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസും ആക്സസ് ചെയ്യുന്നുണ്ട്. EHR ഉള്ളപ്പോൾ ഒരു പേപ്പർ റെക്കോർഡ്സിന്റെ ആവശ്യം വരുന്നില്ല. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഉണ്ടെങ്കിൽ എന്തിന്റെ ആവശ്യമില്ല അവിടെ? ഈ ഒരു എന്താ പറയാ, പേപ്പർ റെക്കോർഡുകൾ ഉണ്ടല്ലോ, അതിന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡാറ്റ എന്ന് പറയുന്നത് അക്യുറേറ്റ് ആണ്, റീഡബിൾ ആണ്. നമുക്ക് എന്താ പറയാ, കൃത്യമായിട്ട്, അതായത് അക്യുറേറ്റ് ആയിട്ടുള്ളതും കൃത്യമായിട്ടുള്ളതും നമുക്ക് വായിക്കാൻ പറ്റുന്നതുമായിരിക്കും ഈ ഒരു EHR എന്ന് പറയുന്നത്. മറിച്ച് പേപ്പർ റെക്കോർഡുകളാണെങ്കിൽ നമുക്ക് ഡോക്ടർമാരുടെ കൈയക്ഷരമൊക്കെ എന്താണ് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കില്ല അല്ലെ? ഡോക്ടേഴ്സിന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ആർക്കെങ്കിലും മനസ്സിലാവോ? അത് പേപ്പർ റെക്കോർഡാണ്. പക്ഷെ EHR എന്ന് പറയുന്നത് സിസ്റ്റത്തിന്റെ അല്ലെ, കമ്പ്യൂട്ടറിന്റെ ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് അത് റീഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പേഷ്യൻസും പ്രൊവൈഡേഴ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു. പേഷ്യൻസും അതുപോലെ ഡോക്ടേഴ്സും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇതിലൂടെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ കോപ്പി ചെയ്യാനുള്ള ചാൻസ് കുറയുന്നു. കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ പേപ്പർ റെക്കോർഡുകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് കോപ്പി ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് നമുക്ക് കോപ്പി ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ പേപ്പർ റെക്കോർഡ്സിന്റെ റിസ്കുകൾ ഇതിലൂടെ ഒഴിവാക്കുന്നുണ്ട്. കമ്പാരിസൺ പോലെയാണ് ഇവിടെ പറയുന്നത്. പേപ്പർ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാല് അതിപ്പോ ഒരു ഡോക്ടർ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ ഭാഷ നമുക്ക് അല്ലെങ്കിൽ ലാംഗ്വേജ് മനസ്സിലാക്കാൻ പറ്റില്ല, ഹാൻഡ് റൈറ്റിംഗ് മനസ്സിലാക്കാൻ പറ്റില്ല. ചിലപ്പോൾ അതിനകത്ത് മെഡിക്കേഷൻ എറർ ഉണ്ടാകാം, ഡോസേജ് വ്യത്യാസം ഉണ്ടാവാം. അങ്ങനെയുള്ള റിസ്ക് ഒക്കെ പേപ്പർ റെക്കോർഡ്സിനാണുള്ളത്. പക്ഷെ EHRൽ എന്തില്ല, അതില്ല. കാരണം സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് അരിച്ചു പറക്കിയിട്ടാണ് അക്യുറേറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് തരുന്നത്. പിന്നെ അതുപോലെ തന്നെ ചെലവ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അധികം ചെലവ് പേപ്പർ റെക്കോർഡ്സിനെ പോലെ എന്തില്ല, എക്സ്പെൻസ് ഒന്നും EHRൽ വരുന്നില്ല.
പിന്നെ മാറ്റത്തിനനുസരിച്ച് പേഷ്യന്റെ കണ്ടീഷനിലെ മാറ്റത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫോർമേഷൻസ് ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാം. പേപ്പർ റെക്കോർഡ് ആണെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. പഴയ റെക്കോർഡുകളൊക്കെ ആണെങ്കിൽ ഫയലുകളൊക്കെ ആണെങ്കിൽ എന്താണ് പൊടി പിടിക്കാനോ അല്ലെങ്കിൽ പേപ്പറുകളൊക്കെ കീറാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ ഈ ഒരു EHR എന്ന് പറയുന്നത് അത് ആ ഒരു സിസ്റ്റത്തില് നമുക്ക് സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ടും സൂക്ഷിച്ചു വെക്കാൻ എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ? ഓക്കെ. മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സിന്റെ ഒരു ഇത് എഴുതിയിട്ടുള്ളൂ കേട്ടോ നിങ്ങള്. മാസ്റ്റർ പേഷ്യന്റ് MPI നെ കുറിച്ചിട്ടാണ് പറയുന്നത്. മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് ഡാറ്റാബേസ് is a database. Master patient index is a database. നേരത്തെ പറയാൻ വിട്ടുപോയി. is a database that is store ചെയ്യുന്നു കേട്ടോ. stores patient information and assigns each patient a unique identifier. Master patient index is a database that stores patient information and assigns each patient a unique identifier. Okay. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, അതായത് EHRന്റെ പ്രത്യേക സവിശേഷതകളാണ് പ്രധാനപ്പെട്ട. ആക്യുറേറ്റ് ആൻഡ് റീഡബിൾ ആയിരിക്കുള്ളൂ. അതുപോലെ തന്നെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയാ, ന്യൂ ട്രീറ്റ്മെന്റ്സ് ഓർ ഇന്നോവേഷൻ ഇൻ ഹെൽത്ത് കെയർ ഡെലിവറി, ആരോഗ്യ സംരക്ഷണ എന്താ പറയാ അങ്ങനെയുള്ള സംരക്ഷണ, അതായത് ഹോസ്പിറ്റൽസുകളിൽ പുതിയ എന്താ പറയാ ഒരു ഇന്നോവേഷൻ അല്ലെങ്കിൽ നവീകരണം കൊണ്ടുവരാനായിട്ട് ഇത് സാധിച്ചിട്ടുണ്ട്. ദെൻ ആദ്യത്തെ പാരഗ്രാഫാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ആ ഒരു എന്തൊക്കെ കാര്യങ്ങളാണ് EHR വരുന്നതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് കേട്ടോ. ദെൻ ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഇപ്പൊ ചോദിച്ചോളൂ കേട്ടോ. എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവർക്കും ക്ലിയർ ആയി? മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ്, റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിങ്, EHR, ഈ 3 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ എടുത്തത് കേട്ടോ. ക്ലിയർ ആയി? ഡൗട്ട് ഒന്നുമില്ല ആർക്കും? ശ്രീജയ്ക്ക് ഡൗട്ട് ഉണ്ടോ? ഉണ്ട് മാം. അത് ചോദിക്കാൻ പറ്റുന്നതാണോ എന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാനൊരു ഡൗട്ടിൽ ഇങ്ങനെ നിൽക്കുക. ചോദിക്കണോ വേണ്ടിയോ എന്നുള്ളത് ഡൗട്ടിൽ ഇങ്ങനെ നിൽക്കുക. എന്താണ് ഡൗട്ട്? പൊട്ട ക്വസ്റ്റ്യൻ ആണെങ്കിലോ, അതുകൊണ്ടാ. പറഞ്ഞോളൂ. ഡൗട്ട് എന്താണ് മാം? നമ്മള് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗിൽ മാം പറഞ്ഞല്ലോ 2 രീതികളുണ്ട് എന്നുള്ളത്. ഒന്ന് സെൽഫ് ആക്സസും ഒന്ന് ഡിവൈസസ് വഴിയും. അപ്പൊ മാം അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെലിഹെൽത്ത് യൂസ് ചെയ്യാന്നുള്ളത്. ടെലിഹെൽത്ത് എന്ന് പറയുമ്പോൾ പേഷ്യന്റ് വിളിച്ചിട്ട് അവരുടെ ഹെൽത്തിന്റെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് അവിടെ നിന്നും ഡോക്ടേഴ്സിന്റെ ഒരു വൈറൽ പ്രിസ്ക്രിപ്ഷൻ വഴിയാണ് നമ്മൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയല്ലേ? അപ്പം അത് ഏതിൽ പെടുന്നുള്ളതാണ്? സെൽഫ് ആക്സസിലാണോ? സെൽഫ് ആക്സസിലാണ് അത് പെടുന്നത്. ടെലിഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ വൈറ്റൽസ് ഇവിടെ നോക്കുന്നു, നമ്മൾ ഫോണിലൂടെ ഡോക്ടറിനെ കോൺടാക്ട് ചെയ്യുന്നു, അദ്ദേഹം നമുക്ക്
വേണ്ട ഇൻസ്ട്രക്ഷൻസ് ടെലിഹെൽത്തിലാണ് കേട്ടോ. ഓക്കെ, അപ്പം സെൽഫ് ആക്സസിൽ അത് പെടാ അല്ലെ? സെൽഫ് ആക്സസിലാണ് ടെലിഹെൽത്ത് വിടുക. നമ്മൾ തന്നെ നോക്കിയിട്ട് നമ്മൾ തന്നെ വിളിച്ചു പറയുന്നതല്ലേ. ഓക്കെ ഓക്കെ, നമ്മൾ ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ. നമ്മൾ എന്തെങ്കിലും രോഗത്തിനൊക്കെ, അതായത് എന്തെങ്കിലും ഒരു ഇതുവരെ നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോയി നമ്മൾ തിരിച്ചു വരുമ്പോൾ ക്ലോസ്ഡ് ആയിട്ടുള്ള, ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ആണെങ്കിൽ നമ്മൾ തന്നെ വൈറ്റൽസ് നോക്കിയിട്ട് എന്തെങ്കിലും അവർ വിളിച്ചാണ് ചോദിക്കുക. നമ്മുടെ കേസുകളൊക്കെ അങ്ങനെയാണ്. അപ്പൊ അർജന്റ് ആണെങ്കിൽ അവർ പറയും പെട്ടെന്ന് തന്നെ അവരെ വന്ന് കാണാനായിട്ട് പറയും. അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ നിന്ന് വരുന്ന ഇൻസ്ട്രക്ഷൻസ് ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ മതി. അപ്പൊ അത് സെൽഫ് ആക്സസിലാണ് ടെലിഹെൽത്ത് കേട്ടോ. ഓക്കെ, ഞാനത് കണക്ഷൻ ശരിക്കും പറഞ്ഞില്ല. ഓക്കെ, ഇത് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് പാടാ. അതായത് ഇത് പറഞ്ഞ് ഫലിപ്പിക്കാനും പാടാണ്, മനസ്സിലാക്കാനും പാടാണ്. അങ്ങനെയുള്ള കാര്യമാണ് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് കണക്ഷൻ കിട്ടില്ല എന്താണ്. വെറുതെ വായിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊന്നും മനസ്സിലാവില്ല. ഇത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്, അതാണോ ഇതാണോ, അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് പൾസ് ഓക്സിമീറ്ററിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. അതാവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആണ്. നിങ്ങളത് ഉപയോഗിച്ചിട്ടുണ്ട്, ആരെങ്കിലും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവില്ലേ? അപ്പൊ അതൊരു റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗിന് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ്. ഓക്കെ മാം, അതുകൊണ്ടാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്യുന്നത്. നമുക്ക് പിന്നീട് വായിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് വരുമോ എന്നുള്ളൊരു ഇതിലാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ. ഇപ്പൊ ഗ്ലൂക്കോമീറ്റർ ഉണ്ട്, അതുപോലെ പൾസ് ഓക്സിമീറ്റർ ഉണ്ട്, പിന്നെ വെയിറ്റ് മെഷീൻ, നമ്മുടെ വെയിറ്റ് നോക്കുന്ന മെഷീൻ ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമുക്ക് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗിൽ ഉപയോഗിക്കുന്ന ഡിവൈസസുകളാണ് കേട്ടോ. അതിപ്പോ വെയിറ്റ് മെഷീൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഡോക്ടേഴ്സിനോടും നമുക്ക് എന്താ പറയാ തന്നെ ആക്സസ് എടുത്ത് ഇവരോട് പറയാം. അല്ലാതെ ഞാൻ പറഞ്ഞു വെയിറ്റ് കുറക്കുന്ന ആ ഒരു സമയത്തൊക്കെ നമ്മുടെ ട്രെയിനറുമായിട്ട് ഡെയിലി ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗില് വരുന്നതാണ്. ഓക്കെ, അപ്പോ ഇനി ഡൗട്ട് ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ വൈൻഡപ്പ് ചെയ്യാലോ നമുക്കെന്നാ. ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇനി നിങ്ങൾക്ക് ബോറടിക്കും. പേപ്പർ, ഇനി ഒരു കമ്പാരിസൺ ആണ് വരുന്നത്. പേപ്പർ ബേസ്ഡ് മെഡിക്കൽ റെക്കോർഡും ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഇനി അടുത്ത് നമുക്ക് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു. താങ്ക്സ് മാം.